എഗെയിൻ വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഈ ഒരു സിനിമ നിങ്ങൾ കാണാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഹെഡ്സെറ്റിൻ്റെ സഹായത്തോടു കൂടി വേണം ഈ ഒരു സിനിമ കാണാൻ, അല്ലെങ്കിൽ നല്ലൊരു സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ സിനിമ കാണാൻ. കാരണം മ്യൂസിക്കിന് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ സിനിമയാണ് എങ്കിലും മ്യൂസിക്കിനാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ 2017 എഡ്ഗർ റൈറ്റിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയാണ്. സിനിമയുടെ പേര് ബേബി ഡ്രൈവർ. 1-2 കാരണങ്ങളാലാണ് ഈ ഒരു സിനിമ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്. ഒന്നെന്ന് പറയുന്നത്, ഒരു ആക്ഷൻ സിനിമയിൽ ഈ BGM അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ആ ഒരു പർട്ടിക്കുലർ സിനിമയെ എലവേറ്റ് ചെയ്യുന്നത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് കൊണ്ട് ആ സിനിമയിലെ പാട്ടുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിരളമാണ് ആക്ഷൻ സിനിമകളിൽ. അത്തരത്തിലൊരു അനുഭവം തന്നിട്ടുള്ള സിനിമയാണ് ബേബി ഡ്രൈവർ എന്ന് പറയുന്നത്. 2 പറയുന്നത് ഇതിലെ നായകനെ പ്രസൻറ്റ് ചെയ്ത രീതിയാണ്. ഈ സാധാരണ ആക്ഷൻ സിനിമ കാണുമ്പോഴത്തേക്കും ടിപ്പിക്കലി നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ഭയങ്കര ഒരു 2 പേരെയൊക്കെ ഇടിച്ചിടാൻ പ്രാപ്തിയുള്ള ഒരു നായക നടനായിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ബോഡിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു ലുക്കോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു നായകനായിരിക്കും നമ്മളൊരു ആക്ഷൻ സിനിമയിൽ പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു സിനിമയിലെ നായകൻ്റെ ലുക്ക് ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അതൊന്നും തന്നെ ഒരു ആക്ഷൻ സിനിമയിലെ നായകൻ നടന്ന് ചേർന്നതേ അല്ല. പക്ഷേ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് ഈ ഒരു സിനിമ ഞാൻ ഉടനീളം കണ്ടിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നായകനാണ്. നായകനെ ഈ സിനിമയിൽ സംവിധായകൻ പ്രസൻറ്റ് ചെയ്ത രീതി, എനിക്ക് ഈ സിനിമ കണ്ടു തീർന്നപ്പോഴത്തേക്കും ഇതിൽ മികച്ചൊരു ഓപ്ഷൻ ഇല്ല എന്ന് തോന്നി. ആ രീതിയിലാണ് ഇതിലെ നായകനെ നമ്മളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്, അതായത് നമ്മുടെ നായകന് ചെറുപ്പത്തിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ആ ആക്സിഡൻറ്റിൽ സംഭവിച്ചതിനെ തുടർന്ന് പുള്ളിക്കാരൻ്റെ ചെവിക്ക് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ട് എപ്പോഴും ഒരുമാതിരി വണ്ട് മൂളുന്ന കണക്കുള്ള സൗണ്ട് ഇങ്ങനെ പുള്ളിയുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐപാഡിനകത്ത് പാട്ടിട്ട് എപ്പോഴും ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നായകൻ. അത് മാത്രമല്ല, പുള്ളിക്കാരൻ ഇപ്പോൾ 2 പേര് തങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അതൊരു റാപ്പായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാട്ട് നമ്മളിങ്ങനെ കേൾപ്പിക്കും. അപ്പോൾ ആ ഒരു മൂഡിലാണ് അതിൻ്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ വരുന്നത്. എഡിറ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകം തന്നെ സംസാരിക്കണം. അതൊരു എക്സ്ട്രാ ഓർഡിനറി അനുഭവമായിട്ട് സിനിമ മാറ്റുന്നതിനകത്ത് എഡിറ്റിംഗ് വഹിച്ച പങ്കിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഒരു കിടിലൻ കട്ട്സാണ് സിനിമയുടെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ പോകുന്ന നമ്മുടെ നായകൻ്റെ പാട്ടൊക്കെ കേട്ടിങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നൊരു നായകനാണ്. അപ്പം ഈ പുള്ളിക്കാരനൊരു എക്സ്ട്രാ ഓർഡിനറി ഡ്രൈവറാണ്. അതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നായകനെ അങ്ങനെ കാണാൻ ഭയങ്കര മസ്കുലിനായിട്ടുള്ള ബോഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഇയാളുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു നല്ല ഭംഗിയായിട്ട് ഇയാൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ആ കഴിവ് നമ്മുടെ വില്ലൻ ഇയാളെ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നായകൻ വില്ലന് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ റീപേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മുടെ നായകൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വില്ലൻ ഓരോ ധനകാര്യ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കാൻ തീരുമാനിക്കും. അതിനുവേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരെ കള്ളന്മാരെ ഹയർ ചെയ്തിട്ട് അവർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ബാങ്ക് കൊള്ളയടിക്കും. ബാങ്ക് കൊള്ളയടിച്ച പൈസയുമായിട്ട് ഇവർ വരുന്നത് നേരെ വെളിയിൽ നമ്മുടെ നായകൻ വെയിറ്റ് ചെയ്തിരിക്കും കാറിനകത്ത്. ഈ കാറിനകത്തേക്ക് വന്ന് കയറും. ഈ കാറിനകത്ത് വന്ന് കയറിയവരെ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ടത് എത്തിക്കുക. ഇതാണ് നമ്മുടെ നായകൻ ചെയ്യേണ്ട ടാസ്ക്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. ചേസിങ് സീൻസൊക്കെ ഉണ്ട്, 2-3 ചേസിങ് സീൻസ് ഉണ്ട്, കിടിലമാണ്. ചേസിങ് സീൻസ് ഉണ്ട്. അതിനെ കൂടുതൽ അടിപൊളിയാക്കുന്നത് ഇതിൻ്റെ കട്ട്സും മ്യൂസിക്കുമാണ്. അതായത് ഈ നായകന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം പുള്ളിക്കാരൻ ഈ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് ഒരു മ്യൂസിക് ഇടും. ആ മ്യൂസിക്കിൻ്റെ ബീറ്റ് അനുസരിച്ചാണ് പുള്ളി കറക്റ്റായിട്ട്, ആ ബീറ്റ് എത്ര മിനിറ്റ് കൊണ്ട് തീരും അതനുസരിച്ചാണ് പുള്ളി ആക്സിലേറ്ററിൽ കാല് വെക്കുന്നത്, അതനുസരിച്ചാണ് പുള്ളി ഡ്രൈവിംഗ് മോഡ് ഓൺ ആക്കുന്നത്. അപ്പോൾ അതും ഈ സിനിമയുടെ കറക്റ്റ് കട്ടും ആ മ്യൂസിക്കും ആ ചേസിങ് സീനോടെ വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു പവർ എന്ന് പറയുന്നത് നിങ്ങളത് സിനിമ കാണുമ്പോൾ മാത്രമേ ആ ഒരു ത്രില്ല് മനസ്സിലാകത്തുള്ളൂ. അതായത് നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ഈ വെടിയൊച്ചയ്ക്കനുസരിച്ച് ഇങ്ങനെ കട്ട് വരുന്നില്ലേ ട്രെയിലറൊക്കെ കാണുന്നത്. ഇപ്പോൾ ജനനായകൻ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ജനനായകൻ, ടോക്സിക് പോലുള്ള സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിന് ആനുപാതികമായിട്ട് കട്ട്സ് വരും. അപ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് സിനിമയിലെ ചേസിങ് സീൻസിൽ ഒട്ടനീളം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കണം. വളരെ മികച്ചൊരു അനുഭവം തന്നിട്ടുള്ള സിനിമയാണ്, വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമയാണ്. അങ്ങനെ നമ്മുടെ നായകൻ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്, റീപേയ്മെൻറ്റ് നടത്തുന്നു. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ നായകൻ കൊടുക്കാനുള്ള പൈസ ഒക്കെ കൊടുത്ത് തീർക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവ് ട്രാക്ക് കൂടെ സിനിമ പറഞ്ഞ് പോകുന്നുണ്ട്. നമ്മുടെ നായിക ഇത് കണക്ക് പാട്ടൊക്കെ കേട്ടിങ്ങനെ ചില്ല് ചെയ്യുന്ന നായികയാണ്. അപ്പോൾ ഇവർ 2 പേരും തമ്മിലുള്ള ഒരു ലവ് അഫെയർ പരിപാടികളൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരം കണ്ടിരുന്നപ്പോൾ എനിക്കിതൊരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ, അല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ കാണുമ്പോൾ കിട്ടുന്നൊരു വൈബാണ്. അല്ലെങ്കിൽ ആ ഒരു കഥാരീതിയും സിനിമ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ
ആ ഒരു രീതിയിലാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ളത്. അങ്ങനെ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നായകൻ കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തു തീർന്നു. ഉടനെ തന്നെ നമ്മുടെ വില്ലൻ വിളിക്കുകയാണ്, ഒരു വട്ടം കൂടി ഒരു മിഷൻ കൂടെ നിന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന ഒരു വലിയൊരു എമൗണ്ട് നിനക്ക് തരാം. ആ ഒരു എമൗണ്ട് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽഡാണ്, പിന്നീട് ഒരിക്കലും നീ ഈ ജോലി ചെയ്യേണ്ടി വരില്ല. ഇതാണ് നമ്മുടെ വില്ലൻ നായകന് കൊടുക്കുന്ന ഓഫർ. നായകൻ അത് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. പിന്നീട് അവിടെ എന്ത് സംഭവിക്കും അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ. എസ്പെഷ്യലി ഇതിനകത്ത് എഡിറ്റിംഗ് ആണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മ്യൂസിക്കിന് ആനുപാതികമായിട്ടുള്ള എഡിറ്റിംഗ് സ്റ്റൈൽ കൊണ്ടും നായകനെ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടും ഈ സിനിമ കൊണ്ടുപോകുന്നത് മൊത്തം ആ ഒരു പ്രത്യേക തരത്തിലുള്ള എഡിറ്റിംഗ് പാറ്റേൺ ആണ്. ആ വർഷത്തെ ഏറ്റവും മികച്ച എഡിറ്റിങ്ങിനുള്ള നോമിനേഷനിൽ ഓസ്കാർ നോമിനേഷൻ വരെ വന്നിട്ടുള്ള സിനിമയാണ്. എഡിറ്റിങ്, സൗണ്ട് മിക്സിങ്, സൗണ്ട് എഡിറ്റിംഗ് ഈ കാറ്റഗറിയിൽ ഓസ്കാർ നോമിനേഷന് വരികയും ബാഫ്റ്റയിൽ മികച്ച എഡിറ്റിംഗ് സിനിമയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ. വേണമെങ്കിൽ ഈ പറയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെയോ വേണമെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലേക്ക് സൂപ്പറായിട്ട് റീമേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ രസമായിരുന്നു. ആ ഒരു ലവ് ട്രാക്കും സിനിമയിലെ ലവ് ട്രാക്ക് അടിപൊളിയായിരുന്നു, ചേസ് സീക്വൻസ് അടിപൊളിയായിരുന്നു, വില്ലൻ നായകൻ തമ്മിലുള്ള ബന്ധമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമ കണ്ട ഒരു ഫീൽ തന്നിട്ടുള്ള സിനിമയാണ് ബേബി ഡ്രൈവർ. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും ദിസ് ഇസ് മീ രോഹിത് സൈനിങ് ഓഫ്. യു ആർ വാച്ചിങ് അബ്സല്യൂട്ട് സിനിമ. ബൈ.